ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് ചെറുപ്പം തൊട്ടേ ഡാൻഡ്രഫിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. കുഞ്ഞിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ മമ്മി ഉള്ളിയൊക്കെ വെച്ചിട്ട് അരച്ചിട്ട് അതങ്ങ് പെട്ടെന്ന് പോയായിരുന്നു. പിന്നീട് കുറേ നാൾ എനിക്ക് വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അമൃതയിലാണ് പഠിച്ചത്, എട്ടിമട. അപ്പോൾ അവിടുത്തെ വെള്ളത്തിലൊരു പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീണ്ടും ഡാൻഡ്രഫ് വന്നു. എൻ്റെ കുറേ മുടിയൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് പോകാൻ തുടങ്ങിയ മുടിയാണ്, ഇപ്പോഴും നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ലോങ് ഹെയർ ഒക്കെ പോയി എനിക്ക് നന്നായിട്ട് പ്രോബ്ലംസ് വരാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അതെങ്ങനെയൊക്കെയോ ഓയിലും ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് മാനേജ് ചെയ്തു. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഈ ഇഷ്യൂ അങ്ങ് ഭയങ്കര സീരിയസ് ആയി. അതുകൂടാതെ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോവാണ്ടായി. എന്ത് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇത് പോവില്ല, ഇത് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നേക്കുമായിട്ട് കളയാൻ പറ്റിയൊരു സംഭവമല്ല, ഇത് പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുറേ ഷാംപൂസും കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായത് ബെയർ അനാട്ടമിയുടെ ഷാംപൂ ആണ്. ഇതാണ് ആ ഷാംപൂ, ബെയർ അനാട്ടമി. നല്ല ഷാംപൂ ആണിത്. എനിക്ക് ആകെപ്പാടെ വർക്ക് ചെയ്തൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഇതാണ്. ഞാൻ എന്നാൽ ഫാർമസി ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസും ട്രൈ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പ് പ്ലസ്, സെൽസൺ, അങ്ങനെ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്കാൽപ്പിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും, മുടി പോകുന്നല്ലാതെ ഡാൻഡ്രഫ് അങ്ങനെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടായില്ല. ഓൺ ദി അതർ ഹാൻഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് കൺട്രോൾഡും ആണ്. എനിക്ക് കുറഞ്ഞായിട്ടാണ് തോന്നാറ്. തിരിച്ചു വരും ഇവൻച്വലി. പക്ഷേ ഇത് ഉപയോഗിച്ച് എനിക്ക് 2-3 വാഷസ് വരെ എനിക്കൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഡാൻഡ്രഫ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇവർക്കൊരു സെയിൽ ഉണ്ടായിരുന്നു, ബൈ 1 get 1 അല്ലെങ്കിൽ ബൈ 2 get 3 എന്ന് പറഞ്ഞൊരു സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഷാംപൂ റീസ്റ്റോക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവരുടെ ഒരു ഹെയർ മാസ്കും വാങ്ങി. ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നൊരു ഇംഗ്ലീഷുകാരൻ യൂട്യൂബർ പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതൊരു യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ലാസ്റ്റിംഗ് ആണെന്ന് ഞാനൊരു ഫോളോ അപ്പ് വീഡിയോ ഇടുന്നതാണ്. ഞാൻ ആകെപ്പാടെ വാങ്ങിയത് ഇത് രണ്ടും ആട്ടോ, ഷാംപൂയും ഹെയർ മാസ്കും ആണ് വാങ്ങിയത്. എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ബാക്കിയുള്ള സ്റ്റഫ്. ഇതെനിക്ക് ഒരെണ്ണം ഫ്രീ കിട്ടിയതാണ്. ഇത് ലീവ് ഇൻ കണ്ടീഷണറാണ്. പിന്നെ ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഹെയർ മാസ്ക് കിട്ടി. പിന്നെ അണ്ടർ റോൾ ഓൺ, ഇതാണ് എനിക്ക് കിട്ടിയ അണ്ടർ റോൾ ഓൺ. ഞാൻ ഓൾറെഡി വിഷ് കെയറിൻ്റെ അണ്ടർ റോൾ ഓൺ യൂസ് ചെയ്യുന്നതാണ്, HABH ഉള്ളത്. ഇതും റിവ്യൂ ഞാൻ അടുത്ത മാസം ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.